ഞാൻ വന്നൂല്ലോ. ലത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ എനിക്കിവിടെ വന്നൂടെ? അല്ല വരാം. ഇപ്പോഴിങ്ങോട്ട് വന്നത് എന്തിനാ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെന്താ മോഹൻ ഒരു വക വല്ലാണ്ട് എങ്ങനെ? ഏയ് ഒന്നുമില്ലല്ലേ. മോഹന്റെ അമ്മ എവിടെ? എന്തിനാ അമ്മ? എന്തിനാ? എന്താ മോഹൻ ഇത്? ഒന്നുമില്ലല്ലേ. അമ്മയെ കാണുമെന്ന് പറഞ്ഞ എന്തിനാ? മോഹന്റെ അച്ഛൻ കോലോത്തിട്ട് ഒരൂട്ടം ചെയ്യാൻ പോണില്ലേ? അതെ, ചാരായം മാറ്റൽ. അങ്ങനെ ചെയ്തു വെച്ചാൽ മഹാ കഷ്ടാണെന്നാ രാമൻ നായർ പറയണത്. അത് ചെയ്യാണ്ടിരുന്നാൽ തരക്കേടില്ലാന്ന് മോഹന്റെ അമ്മയോടൊന്ന് പറയാലോ. ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കാണ്ടിരിക്കുവോ? എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവുമെന്ന് മോഹനല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ, പക്ഷേ ഉടനെ ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നോ? പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. നല്ല അസല വീട് അല്ലേ? മോഹന്റെ അമ്മയല്ലേ? ഞാൻ ലത. അമ്മയുടെ കാര്യം മോഹൻ പറയാറുണ്ട്. അമ്മേ? ഏതമ്മ? ഈ അമ്മ തന്നെ. വേറെ ആരാ അമ്മ? മോഹന്റെ അമ്മ എന്റെ അമ്മയെ പോലെയാണെന്ന് കൂട്ടിക്കോളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടി. കൊച്ചമ്പ്രാട്ടിയോ? എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ. ലത എന്ന് വിളിച്ചോളൂ. മോഹൻ അങ്ങനെയാണല്ലോ വിളിക്കണത്. എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവൂന്നും പറഞ്ഞുല്ലോ. ആര് പറഞ്ഞു? മോഹൻ തന്നെ. അല്ലാണ്ട് ആരാ? എന്താ മോഹൻ പറഞ്ഞില്ലെന്നുണ്ടോ? അമ്മ അറിഞ്ഞോ? അച്ഛൻ ഇവരുടെ കോലത്തിട്ട് ചാരായം മാറ്റാൻ പോണത്രേ. അത് ചെയ്യരുതെന്ന് അമ്മയോട് പറയാനാ ലത വന്നത്. എന്നോട് പറഞ്ഞ എനിക്ക് എന്നാ ചെയ്യാനൊക്കും? ഇവിടുത്തെ ആളിന്റെ പടുതി ഒന്ന് വേറെയാണ്. അമ്മ അങ്ങനെ ഒഴിഞ്ഞു പറയരുത്. ഒന്ന് സഹായിക്കാണ്ട് പറ്റില്ല. പക്ഷേങ്കി പുള്ളിക്കാരനിപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ലത ഒരു കാര്യം ചെയ്യും. ലത ഇപ്പൊ പോയിക്കോളൂ. അച്ഛൻ വരുമ്പോ അമ്മയും ഞാനും കൂടി പറഞ്ഞ് ശരിയാക്കിക്കോളാം. വിവരം അവിടെ അറിയിക്കുകയും ചെയ്യാം. പോരെ? എങ്കിൽ ഞാൻ പോയിട്ട് രാമൻ നായരെ പറഞ്ഞു വിടാം. എന്താ? ആ, എന്നാലും തിരക്കേടില്ല. ഏതായാലും ലത ഇനി ഇവിടെ നിൽക്കണ്ട. പോയിക്കോളൂ. ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എങ്കിൽ വരട്ടെ. നീ അവിടെ നിന്നകേ. നീ എന്നതൊക്കെയാണ് മോനെ ഈ ഒപ്പിച്ചു വെച്ചേക്കണത്? എന്താ അമ്മേ? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം തമ്പുരാട്ടി കുട്ടി. അത് കണ്ണുനീര് കുടിക്കണത് ഞാൻ കാണണമല്ല ദൈവമേ.